അപ്പം ഇന്ന് ഡേ 3 ആണ്. അഫ്സൽ ഫുഡായിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് കുറേ ഷോപ്പ് ചെയ്ത് ആൻഡ് ഇത് കോമറ്റിന്ന് 2 ഷൂ വാങ്ങി. ഷൂസ് കാണിച്ചു തരാം. ഇത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഇന്നത്തെ ദിവസം ഒരു ഫുഡ് പോലും കഴിച്ചില്ല. സോ ഇത് നമ്മൾ ഓർഡർ ചെയ്തു. എന്നിട്ട് ഇന്ന് നമ്മൾ തിരിച്ചു പോകും. നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എന്തൊക്കെ പറയാം, രാവിലെ ഇറങ്ങിയതാണ്. 10 മണിക്ക് എന്തോ ഓടാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഒന്ന് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇത് നമ്മുടെ ഷൂസ്. പിന്നെ നമ്മളൊരു പുതിയ ബാഗ് വാങ്ങി. ഇതിൻ്റെ അകത്തൊരു ഷൂസ് ഉണ്ട്. അല്ല എന്താവോ എന്തോ. അപ്പോൾ നമ്മുടെ കോളേജ് എത്തി. അഫ്സൽ ഷൂസ് കാണിച്ചു കൊടുക്കും. അഫ്സൽ അൺബോക്സിങ് ഷൂസ് തുറക്ക്. അതൊക്കെ എടുത്തുകളാ. ഷൂസ് കാണിക്ക്. ഇത് ആഷിമിൻ്റെ ഷൂസ്, ബ്രദറിൻ്റെ ഷൂസാണിത്. എൻ്റെ വേറെയാണ്. എൻ്റെ കാണിക്കൂ. എൻ്റെ ഒരു മാർസ് എഡീഷൻ. ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് ഈ ഷൂ കണ്ടിട്ട് ക്രഷ് അടിച്ച്. വേണ്ട സീൻ സാധനം ഇത്. ഇതാണ് ഞാൻ വാങ്ങിയ ഷൂസ്. അവനാണ് പൈസ കൊടുത്തത്, പക്ഷെ എൻ്റെ പേരിലാണ് സാധനം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി റൂമിലെത്തിയിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കട്ടെ നമ്മൾ. ബൈ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് പറയൂടാ. ഇവിടെ നമ്മൾ ഒരു മാളാന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ മാൾ. ഈ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഷൂസ് വാങ്ങിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ്. ഇങ്ങനൊരു ഏരിയയിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നൈസായിട്ടുണ്ട് അല്ലേ? സെറ്റല്ലേ? ഇനി എൻ്റെ ചാർജ് ഇപ്പോൾ തീരും. 15% ഉള്ളൂ. അപ്പോൾ നമുക്ക് റൂം എത്തിയിട്ട് കാണാം. നമ്മൾ റൂമിലും ഇങ്ങനെ സ്റ്റേയിലെത്തിയപ്പോഴാ ചാർജ് എത്തിയിട്ട്. നമ്മുടെ ഫ്ലൈറ്റ് എത്ര മണിക്ക്? 10:55 ഫ്ലൈറ്റ്. സോ നമുക്ക് ടൈമുണ്ട്. അപ്പോഴേ ചാർജ് എത്തിയതാണ്. നമ്മൾ വരുന്ന സമയത്താകെ ഈ ബാഗും ഇതിൻ്റെ അകത്തൊരു ബാഗുണ്ട്. ആ ബാഗ് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം ഈ ബാഗും വാങ്ങി, ഈ ബാഗും വാങ്ങിച്ചു. എന്തല്ലേ അന്ന്. അപ്പോൾ നമ്മൾ ഡൽഹി വിട്ട് പോവുകയാണ്. എന്താ പറയാനുള്ളത്? പക്ഷെ എനിക്ക് ഡൽഹി അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടോ. രസമുണ്ട്. നമ്മൾ ഇതെന്താ ഒരു മങ്ങൽ. അങ്ങനെ നമ്മൾ ഡൽഹി വിട്ട് പോവുകയാണ്. എന്താണ് പറയാനുള്ളത് ഡൽഹി വിട്ട് പോണതിനെ കുറിച്ച്? സങ്കടമുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പം ഇത് അഫ്സലിൻ്റെ പ്രിയ സഖിക്ക് വേണ്ടി മേടിച്ചതാണ്. പ്രിയ സഖിയേ. ഞാൻ ആർക്കും വേണ്ടിയൊന്നും മേടിച്ചില്ല കേട്ടോ. ഞാൻ ഫാത്തി സ്റ്റോറി കയറി ചെരുപ്പ് വാങ്ങി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കിടിലൻ ചെരുപ്പായിരുന്നു ആ ഫാത്തി സ്റ്റോറിൽ. ഞാൻ അതിൽ നിന്ന് വാങ്ങി, അല്ലാണ്ട് അഫ്സൽ ഇതോ പ്രിയ സഖിയേ ലൈല. സോ ഗൈസ്, നമ്മളങ്ങനെ ഡൽഹി മിസ് ചെയ്യും ഗൈസ്. അങ്ങനെ ഇവ മിസ് ചെയ്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സീനട്ടോ, രസമുണ്ട്. കുറച്ച് ഇറങ്ങിയിറക്കുണ്ടെങ്കിലും അടിപൊളിയാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ക്യാബ് എടുത്ത് നേരെ എയർപോർട്ടിൽ പോവുക. വന്നപ്പോൾ ഇത്ര വെയിറ്റ് ഇല്ലായിരുന്നേ. ഇപ്പോൾ ഭയങ്കര വെയിറ്റ് കൂടി. പിന്നെ എന്തെങ്കിലും പറയണ്ടോ? സുഖം സുന്ദരം. സോ ഗൈസ്, നമുക്ക് എയർപോർട്ടിൽ എത്തി കാണാം. നമ്മൾ എയർപോർട്ടിൽ എത്തി. അഫ്സൽ ഫസ്റ്റ് ടൈം എയർപോർട്ടിൽ, ഫ്ലൈറ്റിലും ആദ്യമായിട്ടല്ലേ?
എൻ്റെ 1 2 3 4 5-ാമത്തെ എന്തോ ആണത്. 2 3 4-ാമത്തെ 5-ാമത്തെ എന്തോ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിൽ വരുന്നത്. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ട്. ഇത് ഡൊമസ്റ്റിക് ആണ്, പക്ഷേ ഇൻ്റർനാഷണൽ പോലും നല്ല രസമുണ്ട്. അതവിടെ എഴുതി കാണിക്കും. ഒരെണ്ണം മതി. കീഴില് അറ്റാച്ച് ഡ്രോപ്പ് സാധനം എത്തി. നമ്മുടെ സാധനം എത്തി. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ്. ബഹുത് പൊതു എയർപോർട്ട്. ആനയൊക്കെ ഉണ്ട്. ആദ്യം നമ്മള് ടെർമിനൽ 1 ചെന്ന് കയറി. പിന്നെ നമ്മള് ടെർമിനൽ 3 ബസ് പിടിച്ചു വന്നു. 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കയറാൻ പോകുന്നത്. ഒരു എക്സൈറ്റ് വരില്ല, ഫുള്ള് ചൂടാണ്. നല്ല തണുപ്പ്. ഫുള്ള് AC ആണ്. വലിയ ചൂടൊന്നും വലിയ ചൂടാണിപ്പൊന്നുമില്ല. ഓടാ മണ്ട. അപ്പോൾ നമുക്കിനി എയർ ഇന്ത്യയുടെ അത് കണ്ടുപിടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് ഇറങ്ങി. അഫ്സൽ 2 വട്ടം ഓട്ടിച്ച്. മണ്ടനാണ് വാലറ്റ് അതിനകത്ത് വെച്ചിട്ട് പോക്കറ്റ് വെച്ചോണ്ടിരിക്കുന്നത്. പോയിക്കൊണ്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വെള്ളം കുപ്പി കൊണ്ട് കയറി. ചെങ്ങായി ഇന്നാണെങ്കിൽ ഒരു മണിക്കൂറായിട്ട് എൻ്റെ അടുത്ത് എടുത്തിട്ട് തടവുക. സെക്യൂരിറ്റി ചെക്കിങ്. എന്തപ്പോൾ ഇത്? നമ്മുടെ 41 ഗേറ്റ്. സോ ഒരുപാട് നടക്കാനുണ്ടാവും. സോ നമുക്ക് ഗേറ്റ് എത്തിയിട്ട് കാണാം. വയ്യ നടക്കാൻ. ഗേറ്റ് ഓപ്പണായി. ഓപ്പണായിട്ട് നമ്മൾ 7C ആണ്. ഓപ്പണായി. Customers on Air India flight 829 to Thiruvananthapuram, thank you for waiting. We would now like to invite customers seated in zone. നമ്മൾ ഫ്ലൈറ്റിലെത്തി. അഫ്സലിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കുഴപ്പമില്ല. പക്ഷെ കൺജസ്റ്റഡാണ്. ഇവിടം വരെ അത് സീറ്റ് ബാക്കിലോട്ട് ഇടണം. പറ്റും. ബാക്കിൽ നിന്നപ്പോഴാകും. അങ്ങനെ നമ്മൾ ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എനിക്ക് വയ്യ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. സോ ഞാൻ ഉറങ്ങാത്തതിൻ്റെ റീസൺ ഒരാളാണ്. അപ്പോൾ നമുക്കിനി എവിടെ എത്തിയിട്ട് കാണാം? സോ ഗൈസ്, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് വടാപ്പാവ്. ഇതൊരു നോൺ വെജ് കറി. ഇതൊരു ഡെസേർട്ട്. പിന്നെ ഒരു കോഫി പറഞ്ഞ് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഗുഡ്. ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ കേരളത്തിൽ കാലം അങ്ങനെ ലാൻഡായി. ഡൊമസ്റ്റിക് എയർപോർട്ട്. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. കേരളത്തിൽ എത്തിയതിൻ്റെ അല്ല, ഡൽഹിയാണ് എനിക്കിഷ്ടം. പക്ഷേ വേറൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷവാനാണ്. റിവ്യൂല് ഇപ്പം ചെയ്യൂല, നല്ല ചെയ്യാം. എന്നിട്ട് എന്താണെന്ന് പറയാ, ഞാൻ ആകെ കിളിപോയ അവസ്ഥയാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഒന്നുമില്ല, പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അല്ല, എയർപോർട്ടിൽ നിന്ന് നേരെ കഴക്കൂട്ട് എയർപോർട്ട്. എങ്ങനെയാണ് ഫസ്റ്റ് എയർപ്ലെയിൻ എക്സ്പീരിയൻസ്? ചെങ്ങായി പേടിച്ചിട്ടാ ഫ്ലൈ. മറ്റേ
കൊറേ പേടിച്ചോ. ഞാൻ നോക്കാതെ നെഞ്ചത്തെ കൈ വെക്കുന്നു. അല്ലാ ഞാൻ ഇപ്പൊ ചാകുമെന്നൊക്കെ. തിരിയുമല്ലോ, അപ്പൊ വീണ്ടും നെഞ്ചത്ത് കൈ പിടിക്കുന്നു. ഒരുത്തനാണെങ്കിൽ ആ ഫോണിൽ ഇങ്ങനെ വിറച്ചിരിക്കുന്നു. ഞാൻ സിനിമ കാണായിരുന്നു, ഞാൻ അതിന് അത് നോക്കിയപ്പോ നെഞ്ചത്ത് കൈ പിടിച്ച് 2 വർഷം കണ്ണോടച്ചിരുന്നത് ഇങ്ങനെ 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 ഇങ്ങനെ. ഞാൻ ഓൾറെഡി 3 വട്ടം പോയതാ. പേടിച്ചിട്ടൊരു പരുവായിട്ടാ. ഇറങ്ങിയപ്പോഴും നെഞ്ചിടി ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ നെഞ്ചിടിച്ചത്. അങ്ങനെ നമ്മളിപ്പം കരക്കൂട്ടം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ്. കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ബസ് വന്നിട്ട് കാണാം ജീവനുണ്ടെങ്കിൽ. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം ടൗണിലെത്തി വണ്ടിയിൽ കയറി. എന്താ പറയാനുള്ളത്? അടിപൊളി സെറ്റ് യാത്രയായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. ദുരിതം ട്രിപ്പായിരുന്നു. എനിക്ക് ദുരിതല്ല, എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഡൽഹി അല്ല, പൊല്യൂഷൻ അല്ല, മറ്റേ സ്ഥലോ ആ എംബസി ഒക്കെ ഉള്ള പക്ഷെ എന്തോ ഒരു രസമുണ്ടോ സ്ഥലമൊക്കെ. ഓരോ ദിവസം കൊടുന്നേ കൂടുതൽ അറ്റാച്ച് ആയിക്കൊണ്ടിരിക്കുക സ്ഥലത്തോട്ട്. അയ്യോ, ചില്ലറ പൊല്യൂഷൻ ആണോ? എന്നിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. അടുത്തല്ലേ ഇന്നത്തെ ഈ വ്ലോഗ്, ഡൽഹി വ്ലോഗ് കഴിയാണ്. അപ്പൊ നമ്മുടെ ഡൽഹി ട്രിപ്പ്, ദ ഹോൾ ട്രിപ്പ് ഇസ് ഗോയിങ് ടു എൻഡ്. ഫ്രൈഡേ നമ്മൾ തുടങ്ങിയാണ്. ട്യൂസ്ഡേ, വെനസ്ഡേ ആയ 12 മണിയല്ലേ? അല്ല, 6 മണിയാണോ? അങ്ങനെ വീടെത്തിയപ്പോ 6 മണിയായി. ഇത് 24 hours എന്തായാലും ആട്ടെ. അപ്പം അടുത്ത വ്ലോഗുമായിട്ട് പിന്നെ വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എപ്പോഴാ വ്ലോഗ് എന്ന് അറിയില്ല. കടയുടെ അപ്ഡേറ്റ് ഒരു വ്ലോഗ് എടുക്കല്ലേ? അതെ, കടയുടെ വ്ലോഗ് കിടപ്പുണ്ട്, വന്നോണ്ടിരിക്കുക. അത് സെറ്റാക്കാം. അപ്പം അതുവരെ കാണുന്നവരാ, ബൈ ബൈ.